ഗുരുവായൂരിൽ അമ്പലത്തിലെത്തിയാൽ എന്തൊന്നില്ലാത്തൊരു ശക്തിയാണെന്ന്. അതെങ്ങനെ കിട്ടി? അത് ചെറുപ്പം മുതലേ ഈ കീർത്തനങ്ങളും ഒക്കെ കേട്ട് കേട്ട് കേട്ടുണ്ടായ ഒരു ഭക്തിയാണ്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഗുരുവായൂരപ്പനോടാണത്. കൃഷ്ണനോടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ കൃഷ്ണക്ഷേത്രമുണ്ട്, അവിടേക്കൊന്നും അങ്ങനെ ഒരു മനസ്സ് പോവില്ല. എന്നാൽ ഗുരുവായൂരപ്പനോട് അത് വളരെ കൂടുതലാണ്. ഇപ്പോഴാണെങ്കിൽ നാരായണീയം കൂടി വന്നപ്പോൾ അതിൻ്റെ ഒരു തീവ്രത കൂടി വരികയാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം വ്യക്തല്ലേ, നാമജപ സംസ്കാരങ്ങളിലൂടെ നമുക്ക് ഒരു ആത്മീയമായ ബന്ധം ശക്തിപ്പെടുത്താൻ സാധിക്കും. വേണോ? സാധിക്കട്ടെ. ഏതായാലും കാളകൂട വിഷം എന്നാൽ സ്വാർത്ഥത. ശിവൻ അതിനെ കുടിച്ചു എന്ന് പറഞ്ഞാൽ ശിവമയമായാൽ ആ കാളകൂട വിഷത്തിന് സ്വാർത്ഥതയ്ക്ക് അവിടെ പ്രസക്തി ഉണ്ടാവില്ല. കാരണം എല്ലാവരും ആരിലേക്ക് ഉയരുന്നു? കാളകൂടത്തിലേക്കല്ല ഉയരുന്നത്, ശിവനിലേക്ക് ഉയരുന്ന രാത്രിയാണ് ശിവരാത്രി. നമ്മളിപ്പോ രാത്രി ആരിലേക്കാണ് ഉറങ്ങുന്നത് എന്നറിയോ? നിങ്ങൾ രാത്രി കടന്നുറങ്ങുമ്പോൾ ശിവന്റെ കൂടെ അല്ല പോകുന്നത്, നിങ്ങളുടെ സ്വാർത്ഥതയുടെ കൂടെയാണ്. കാലത്തെണീക്കുമ്പോൾ നിങ്ങൾ ആരെയും കൊണ്ടാ വരുന്നത്? ശിവനെയും കൊണ്ടാണോ വരുന്നത്? സ്വാർത്ഥതയും കൊണ്ടാണോ വരുന്നത്? കൂടെ വന്നില്ലേ നിങ്ങൾ? ഇപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഇപ്പോൾ നമ്മുടെ രാത്രി ശിവരാത്രിയല്ല. ഏത് രാത്രിയാണ്? സ്വാർത്ഥരാത്രിയാണ്. കാരണം രാവിലെ എണീറ്റ് വരുമ്പോൾ കൊണ്ടുവരുന്നത് ആ സ്വാർത്ഥതകളൊക്കെ തന്നെയാണ്, അഹങ്കാരവും ദാക്ഷിണ്യവും ഒക്കെ തന്നെയാണ്. ആണോ? എന്നാൽ ആരിലേക്ക് ഉണരുന്ന രാത്രി വരണം? ശിവനിലേക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ ശിവനോടൊപ്പം ഉറങ്ങാനും. ശിവൻ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം എടുക്കരുതേ, ഉള്ളിലുള്ള ശിവനെ ഓർത്തത്, ഇനിയിപ്പം വേണ്ടാത്ത അർത്ഥം എടുക്കരുത്. ശിവനോടൊപ്പം ഉറങ്ങാനും സ്വാമി പറഞ്ഞിട്ട് ശിവനോടൊപ്പം കിടന്നുറങ്ങണം എന്ന്. മനസ്സിലായില്ലേ? ശിവനോടൊപ്പം ഉറങ്ങാനും ശിവനോടൊപ്പം ഉണരാനും സാധിക്കുന്ന ജീവിതം വരണം. അതാണ് നിസ്വാർത്ഥത. അതാണ് നിസ്വാർത്ഥത. അപ്പൊ ശിവൻ ആരാണ്? ശിവൻ നാമമാണ്. കാളകൂടം സ്വാർത്ഥതയാണ്. അതവിടെ പിടിച്ചു നിർത്താൻ സാധിക്കണം. സ്വാർത്ഥത ഒരിക്കലും പോവില്ല, അതവിടെ കിടക്കും. പക്ഷെ അതിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേരാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. തലയിലും നിൽക്കരുത്, ഹൃദയത്തിലും നിൽക്കരുത്. എവിടെ നിർത്തണം? കഴുത്തിൽ അവിടെ പിടിച്ചു നിർത്തിക്കൊള്ളണം. അതാണ് ആ തപസ്സിന്റെ ശക്തി, ജപത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇപ്രകാരം വീണ്ടും അവർ വലിക്കാൻ തുടങ്ങി. ആ വലിയിൽ നിന്ന് പിന്നീട് ലക്ഷ്മീ ദേവി വന്നു. ലക്ഷ്മീ ദേവിയെ കണ്ടപ്പം അസുരന്മാര് പറഞ്ഞോ വന്നോളൂ എന്ന്. കാരണം ലക്ഷ്മി അല്ലേ, ആരെങ്കിലും വിടുവോ? എല്ലാവർക്കും മോഹം, അസുരന്മാർക്ക് ഇത്തിരി ഒരു മോഹം. അപ്പൊ ലക്ഷ്മി ദേവി വരണമാലിയിട്ടാണ് വരുന്നത്. ദേവി എങ്ങനെ നോക്കി, എന്നെ അങ്ങനെ മൈൻഡ് ചെയ്യാത്തവർ വല്ലവരും ഉണ്ടോ എന്ന്. അപ്പൊ അങ്ങനെ നോക്കുമ്പോണ്ട് മഹാവിഷ്ണു ദേവി അത്ര ഗൗനിക്കാതെ അവിടെ ഇരിക്കണു. ദേവി ചെന്ന് മാല കഴുത്തിലിട്ടു. കഴുത്തിലിട്ടു? മഹാവിഷ്ണുവിന്റെ. അന്ന് മുതൽ മഹാലക്ഷ്മി ആരുടെ പത്നിയായി? മഹാവിഷ്ണുവിന്റെ. ഇനി ഓർത്തോളൂ, ഈ പണത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് എന്നും കഷ്ടകാലായിരിക്കും. എന്താ കാരണം? ഈ പണം എന്ന് പറയുന്നതുണ്ടല്ലോ, അപ്പോഴേക്കും ഇൻകം ടാക്സ് ഉപദ്രവിക്കും, അപ്പോഴേക്കും ED CD എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ ഉണ്ടോ? അതെന്താ അവർക്ക് ഇത്ര ബുദ്ധിമുട്ട് വരുന്നത്? കാരണം ഈ ലക്ഷ്മിയുടെ പിന്നാലെ പോകുന്നത് വിഷ്ണുവിന് ഇഷ്ടപ്പെടില്ല. മനസ്സിലായില്ല? തൻ്റെ ഭാര്യയുടെ പിന്നാലെ പോകുന്നത്, വേറൊരാൾ പോകുന്നത് ഏതെങ്കിലും ഭർത്താവിന് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവോ? അപ്പോ ഇവിടെ തൻ്റെ ഭാര്യയായ ലക്ഷ്മിയുടെ കൂടെ ആരെങ്കിലും പോകുമ്പോൾ വിഷ്ണു ഭഗവാൻ പറയും, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ നിങ്ങൾ വിഷ്ണുവിന്റെ കൂടെ പോയാൽ രണ്ടും കിട്ടും, വിഷ്ണുവിനെയും കിട്ടും. അതാണ് കൃഷ്ണൻ പറയുന്നത്, അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പരിവാസതേ തേഷാം നിത്യാഭിയുക്താനം. യോഗവും കിട്ടും, ക്ഷേമവും കിട്ടും. യോഗക്ഷേമം വഹാമ്യഹം. അതുകൊണ്ട് നാമജപത്തിലൂന്നിക്കൊണ്ട് നിങ്ങൾ ജീവിതം കൊണ്ട് നടക്കൂ, ഭഗവാനെയും കിട്ടും. അവന് വെറും പണി, ജോലി, പൈസ പൈസ, ജോലി ജോലി എന്ന് തലവേദന ഉണ്ടാവുള്ളൂ. കാരണം മഹാവിഷ്ണു കല്ലെടുത്തെറിയും. എടാ, നീ എൻ്റെ ഭാര്യയുടെ പിന്നാലെ ഓടുകയാണ്, അങ്ങനെ നിന്നെ ഞാൻ ഓടാൻ
സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇത്തിരി കഥാരൂപത്തിലാണെങ്കിലും അതിലൊക്കെ ഇത്തിരി സന്ദേശങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നല്ലതാണ്. ഏതായാലും ഇങ്ങനെ വീണ്ടും വലി തുടങ്ങി. എന്ത് വലിയാണ്? കയറ് വലി കേട്ടോ. അല്ല, ഈ വലി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം എടുക്കരുത്. ഇങ്ങനെ വലി തുടങ്ങി. അതിൽ നിന്ന് വരുന്നു ലക്ഷ്മി കഴിഞ്ഞ് താരാദേവി, തുളസീദേവി, പിന്നീട് ഒരു മദ്യം വന്നു, വാരുണി മദ്യം. ഏതാണ് ഇത്? കേരള ഗവൺമെന്റ് ഏറ്റെടുത്തു. അവർ പറഞ്ഞു ഞങ്ങളത് ബോട്ടിലാക്കി കൊടുത്തോളാം. അങ്ങനെയാണ് ഈ ബീവറേജ് തുടങ്ങിയത്. അങ്ങനെ അത് അവർ കൊണ്ടുപോയതാണ്. പിന്നീട് അതിൽ നിന്നും അമൃത കലശവുമായി ആ ധന്വന്തരി മോഹിനി രൂപത്തിൽ വന്ന് കൊടുത്തു. അമൃത കലശം കണ്ടതും അസുരന്മാര് അവർക്ക് തല പിടിച്ചതിന്റെ അസഹ്യതണ്ടേ. കാരണം കഷ്ടകാലത്തിന് ചോദിച്ചും മേടിച്ചു. അതങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അവരാ തലവിടലും അമൃത കലശം എടുക്കലും ഒറ്റ ഓട്ടവും. ദേവന്മാരുണ്ട് വാലും പിടിച്ച് അങ്ങനെ വായും പൊളിച്ചിരിക്കണു. ഭഗവാൻ പറഞ്ഞത് വിടണ്ടേ ദേവന്മാരെ, ഇത് വിട്ടിട്ട് അത് പിടിക്കണ്ടേന്ന്. ആരും പറഞ്ഞില്ല എന്ന്. എന്നാ പിടിച്ചോണ്ടിരുന്നോളൂ എന്ന്. ആ കൃത്യസമയത്ത് അതിനുള്ള ഒരു ബുദ്ധി ആർക്കുണ്ടായില്ല? ദേവന്മാർക്കുണ്ടായില്ല. അപ്പോഴേക്കും എല്ലാവരും കൂടി കരഞ്ഞോ, ഭഗവാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു ഞങ്ങള്. ഉടനെ ഭഗവാൻ അവിടെ നിന്നും ഏത് രൂപമെടുത്തു? മോഹിനി രൂപമെടുത്തു. ആ മോഹിനി ദേവി അവിടെ നിന്ന് നേരെ ആരെടുത്ത് പോയി? MLA-യുടെ അടുത്തേക്കല്ല, അസുരന്മാരുടെ അടുത്തേക്ക് പോയി. ആരടുത്തേക്ക്? കാരണം ഇപ്പൊ മോഹിനിമാർ MLA-മാരുടെ അടുത്തേക്ക് പോകുന്ന കാലാണ്. അതല്ലേ ഇപ്പൊ പത്രവാർത്തകളൊക്കെ നമ്മൾ കാണുന്നത്. നേരെ ആരടുത്തേക്ക് പോയി? ആരടുത്തേക്ക് പോയി? അസുരന്മാരുടെ അടുത്തേക്ക് പോയി. അസുരന്മാർ ഈ കുണുങ്ങിയും കൊഞ്ചിയും ഒക്കെ വരുന്ന ദേവിയെ കണ്ടപ്പോ അവർക്ക് നാളറിയണം, നക്ഷത്രം അറിയണം, പ്രായമറിയണം, കെട്ടിയിട്ടുണ്ടോന്നറിയണം, കെട്ടാൻ താല്പര്യമുണ്ടോന്ന് അറിയണം. ഭഗവാൻ ആ ഗോഷ്ഠിയൊക്കെ കാണിച്ച് ഒക്കെ മോഹണ്ട് എന്ന് കണ്ടപ്പം അമൃത് മറന്നുപോയി പാവം. എല്ലാവരും ഇവിടെ വായിൽ നോക്കിയിരിക്കുക. എങ്ങനെയെങ്കിലും ദേവി ഒന്ന് സ്വന്താക്കാൻ പറ്റുമോ എന്നാണ് അവരുടെ ആലോചന. അപ്പൊ ദേവി പറഞ്ഞു, അങ്ങനെ ആവാം, എന്നെ കെട്ടുന്നതിലൊന്നും വിരോധം, പക്ഷെ ഇത്ര ആൾക്കാരെ കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോഴവരൊരു തീരുമാനം പറഞ്ഞു, എന്നാ ദേവി അമൃത് വിളമ്പുമ്പോ ഒരാളെ തെരഞ്ഞെടുത്തോളൂ. അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ആ സാധനം തരുമ്പോൾ സൂക്ഷിക്കണം, എന്നെ അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട. അത് ഭഗവാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് ദേവി ഞങ്ങളെ പറ്റിക്കില്ല. അങ്ങനെ ദേവി അവരെയൊക്കെ നേരെ ഒരു നിരയിലിരുത്തി അവിടെ ഇരുന്നിട്ട് വായ പൊളിച്ചിരിക്കാൻ പറഞ്ഞു, കണ്ണടച്ചിട്ട്. എന്നാലോചിച്ചൊക്കെ അവർ ഇരിപ്പെങ്ങനെ ഇരിക്കുന്നു? കണ്ണും അടച്ച, എല്ലാം വായും പൊളിച്ച്. ഇതിൻ്റെ ഇടയിൽ ദേവന്മാരോട് പോയിരിക്കും അവിടെ എന്ന്. കാരണം വാലും പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ പോയിരുത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ണടയ്ക്കണ്ട. ആര് കണ്ണടച്ചാൽ മതി? അസുരന്മാര്. എന്നിട്ട് ദേവന്മാർക്ക് അങ്ങനെ അമൃത് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു അസുരൻ, പെരുമ്പാവൂരുകാരനായിരുന്നു, ആൾക്ക് മനസ്സിലായി ഇതിലെന്തോ തട്ടിപ്പുണ്ട് വെട്ടിപ്പുണ്ട്. പെരുമ്പാവൂരുകാർ അസുരന്മാരാണെന്നല്ല, ബുദ്ധിയുള്ള ഒരാളെന്ന് വെച്ചേ ഉള്ളൂ. അയാൾക്ക് ഇതിലെന്തോ ഒരു തട്ടിപ്പും വെട്ടിപ്പുണ്ടെന്ന് മനസ്സിലായി. കാരണം പാവം അസുരന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു ചലനവുമില്ല. മറ്റിടത്ത് എന്തൊക്കെയോ ശബ്ദമൊക്കെ വരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഇവിടെ ഒന്നും. അപ്പൊ നോക്കുമ്പോ എന്താണ്? ദേവന്മാര് അമൃത് കഴിക്കണു, അസുരന്മാര് ഇതിപ്പ വരും എന്ന് പറഞ്ഞിട്ട് വായും പൊളിച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ ഈ അസുരൻ പെട്ടെന്ന് തൻ്റെ അസുരഭാവമൊക്കെ മാറ്റി ദേവന്മാരുടെ ഇടയിൽ. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, എത്ര തിരക്കുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കയറി അവിടെ ഒപ്പിക്കും. പിന്നെ കുറെ കഴിഞ്ഞാൽ അവരുടേതായിരിക്കും ആ സീറ്റ്. നേരത്തെ അവിടെ ഇരുന്നവര് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അതുപോലെ സൂര്യദേവന്റെയും ചന്ദ്രദേവന്റെയും ഇടയിൽ പോയി അവനിരുന്നു. തങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നവൻ ഒരു അസുരനാണെന്ന് പറയുമ്പോഴേക്കും അമൃത് അവന്റെ വായിലേക്ക് വീണുപോയി. ഉടനെ ഭഗവാൻ ചക്രം കൊണ്ട് മുറിച്ചു കളഞ്ഞു. ഇത്രയും ഭാഗം അമൃത് തട്ടിയത് കൊണ്ട് അവന്റെ വായും തുറന്നു, കഴുത്തും തുറന്നു. പിന്നെ അങ്ങോട്ടൊന്നും ഇല്ല.
അവൻ ആ ജീവനോടെ നിലനിന്നു. അന്ന് മുതൽ അവന് സൂര്യനും ചന്ദ്രനും ശത്രുക്കളായി. ഇവന്റെ ജോലി എന്താണ്? ഇവരെ വിഴുങ്ങ, ഇവർക്ക് മറയുണ്ടാക്കുക. ഈ മറയാണ് നമ്മള് സൂര്യഗ്രഹണമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഒരു ഗംഭീരമായി അവതരിപ്പിച്ച സൂര്യഗ്രഹണത്തെയും ചന്ദ്രഗ്രഹണത്തെയൊക്കെ പറയുന്ന ഒരു മഹർഷി. ഈ രണ്ടാണ് ഇവന്റെ രണ്ട് ഭാഗങ്ങളെയാണ് രാഹുവായും കേതുവായും അവതരിപ്പിക്കുന്നത്. എന്താണ് ഈ കഥ? നിൽക്കട്ടെ, നമ്മൾ ഇനി കഥയിലേക്ക് കടക്കാം, കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് അമൃതമഥനം? നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ പണ്ട് എവിടെയോ നടന്ന കഥയായിട്ട് നമുക്ക് തോന്നരുത്. ഈ കഥ നമ്മളിൽ തന്നെ ഉള്ളൊരു കഥയാണ്. ദേവൻ എന്നാൽ ശ്രദ്ധിക്കുക, നമ്മളിലെ ദൈവീകമായ ശ്രദ്ധയാണ് ദേവൻ. ആരാണ്? ദൈവീകമായ സദ്ഗുണങ്ങൾ ദേവന്മാരാണ്. നമ്മളിൽ എല്ലാവരിലും നിസ്വാർത്ഥതയുണ്ട്, നമ്മളിൽ എല്ലാവരിലും ദയയുണ്ട്, കാരുണ്യമുണ്ട്, വാത്സല്യമുണ്ട്. ഉണ്ടോ? അപ്പം എന്ത് വേണം? നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിയണം. പക്ഷേ നമ്മുടെ ശ്രദ്ധ മിക്കവാറും ആരുടെ കൂടെ പോയി കളയും? സ്വാർത്ഥത, അഹങ്കാരം, അസൂയ, മത്സരം, നമ്മുടേതായിട്ടുള്ള ദീനതകളിലേക്ക്, ദുർബലതകളിലേക്ക് മനസ്സ് പോകും. നമ്മളിലുള്ള ദുർബലതയുടെ പേരാണ് ആസുരികത. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അസൂയ, ദ്വേഷം, ഇതൊക്കെ അസുരന്മാരാണ്. എന്നാൽ ഇപ്പുറത്ത് നമ്മളിൽ നല്ല സദ്ഗുണങ്ങൾ, നിസ്വാർത്ഥത, നല്ലത് ചെയ്യാനുള്ള മനസ്സൊക്കെ ഉണ്ട് നമ്മളിൽ. പക്ഷെ പലർക്കും ആ നല്ലതിലേക്ക് അങ്ങോട്ട് തിരിയാനുള്ള ഒരു മനോബലം, അവർക്ക് പറയൂ, ഇല്ല. അപ്പൊ നല്ലതിലേക്ക് മനസ്സിനെ തിരിച്ചെടുക്കാനുള്ള മഥനത്തിന്റെ പേരാണ് പാലാഴി മഥനം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ആരാണ് മഥനം ചെയ്യേണ്ടത്? ഇതങ്ങ് ഏതോ പാലാഴിയിൽ പോയി നടന്ന കഥയല്ല. മഞ്ജീരം മഞ്ജുനാഥൈരിവപദഭജനം ക്ഷേയയിത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജ പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം മനോമന്ധരോദ്ധാരകൂർമ്മം. എവിടെയാണ് ഈ മഥനം നടക്കേണ്ടത്? മനോമന്ധരോദ്ധാരകൂർമ്മം. എന്റെ വരികളല്ല, ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുകയാണ്. ഈ മഥനം എവിടെയാണ് നടക്കേണ്ടത്? മനോമന്ധരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജ നഖരഹിമകര ജ്യോത്സ്നയാചാശ്രിതാനാം ദ്വന്ദഹന്ത്രീം തതിമനുകലയേ മംഗലാമംഗുലീനാം. അപ്പൊ ഈ മഥനം എവിടെയാ നടക്കേണ്ടത്? പുറത്തെവിടെയല്ല. എവിടെയാണ്? ഉള്ളിൽ കടയാനുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? ഇത് നാമജപത്തിന്റെ കടയിലാണ്. നാമജപത്തിന്റെ ഇപ്പൊ നിങ്ങൾ ഒന്നിച്ചു നാമം ചൊല്ലുമ്പോൾ ഒരു വശത്ത് നാമജപമാകുന്ന ദൈവീകതയും മറുവശത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ആസുരികതയും ചേരുമ്പോൾ ഈ നാമജപത്തിന്റെ ശക്തി കൊണ്ട്, നാമജപത്തിലുള്ള താല്പര്യം കൊണ്ട്, നാമജപത്തിലുള്ള നിങ്ങളുടെ സംഘം കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആസുരികത കുറഞ്ഞു കുറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള അമൃതം പുറത്തു വരും. അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? അമൃതത്തെ കുടിക്കുക എന്ന് പറഞ്ഞാൽ അവബോധ മനസ്സിനെ അനുഭവിക്കുക എന്നാണ് അർത്ഥം. എന്താണ്? അവബോധ മനസ്സിലേക്ക് നമ്മൾ ഉയരും. അവബോധ മനസ്സെന്ന് പറഞ്ഞാൽ സമചിത്ത മനസ്സാണ്. സമചിത്ത മനസ്സാണ് എന്ന് വെച്ചാൽ ദുഃഖം വന്നാലൊന്നും നിങ്ങളെ ബാധിക്കില്ല. അത്രമാത്രം ദുഃഖത്തിൽ നിന്നും ശ്രദ്ധയെ നാമജപത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ളൊരു, നേരത്തെ ഗജേന്ദ്രന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, വിഷമം വന്നാലും ശ്രദ്ധ എവിടെ നിൽക്കും? ശ്രദ്ധ എവിടെ നിൽക്കും? തന്റെ വിഷമങ്ങളിലല്ല നിൽക്കുക. ഏതിൽ നിൽക്കും? നാമജപത്തിൽ പിടിച്ചു നിർത്താനുള്ളൊരു അങ്ങനൊരു അവബോധം ഉണരാനുണ്ട്. ഇപ്പം നമ്മുടെ മനസ്സ്, നമ്മുടെ ശ്രദ്ധ നാമജപത്തിൽ നിൽക്കാത്തതിന് കാരണം നമ്മൾ ഉപബോധ മനസ്സിലാണ് നിൽക്കുന്നത്. ഉപബോധ മനസ്സ് ആസുരികവും ഏതാണ്? അത് നമ്മളെ താഴോട്ടും
അവബോധ മനസ്സ് ദൈവീകവും. അതിന് അമൃതത്വം കിട്ടും. ഏതിന്? അവബോധ മനസ്സിന്. അമൃതത്വായ കൽപ്പതേ യം ഹിന വ്യഥയന്തേതേ. ഗീത 2-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകത്തിൽ പറയും, യം ഹിന വ്യഥയന്തേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. അവർക്ക് അമൃതത്വം കൈവരിക്കാൻ സാധിക്കുന്നൊക്കെയാണ്. അപ്പൊ ഈ മഥനം എവിടെ നടക്കണം? അപ്പൊ ഈ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾ അമ്പലത്തിൽ വന്ന് നാമജപം ചെയ്യുമ്പോൾ ആ നാമജപം ദൈവീകമായ ദേവന്മാരുടെ വലിയാണ്. നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ഉള്ള സ്വാർത്ഥതയും പോരും കുരുട്ടും ഒക്കെ ഉണ്ട്. നമ്മുടെ ഉള്ളില് ആസുരന്മാര് വലിക്കണു. നാമജപം ഒരു ദൈവീക വലിയാണ്. ഈ ആസുരികതയും ദൈവീകതയും ചേരുമ്പോൾ ഉള്ളിലുള്ള ആസുരികതയുടെ ശക്തി പറയൂ കുറഞ്ഞ് ഉള്ളിലുള്ള ദൈവീകമായ ശക്തികൾ ഉണർന്ന് എന്ത് സംഭവിക്കും? അവബോധത്തിലേക്ക് ഉയരും. വേണോ വേണ്ടയോ? ഈ ഒരു മാനസികാവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് അതിനുശേഷം അടുത്ത കഥ നമ്മൾ മഹാബലി ചരിതത്തിലേക്ക് കിടക്കുകയാണ്. ഭാരതത്തിൽ വീണ്ടും ഒരു അസുര ചക്രവർത്തി രാജ്യം ഭരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു മഹാബലി. മഹാബലി നന്മ കൊണ്ട് ലോകം കിടക്കുകയാണ്. നന്മ കൊണ്ട് അത്ര ഒരു ശ്രേഷ്ഠനായിരുന്നു മഹാബലി. കേരളത്തിൽ മഹാബലി ഭരിച്ചു എന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സ്ഥലമൊക്കെ നർമ്മദാ നദീ തടത്തിലായിരുന്നു ഒക്കെയാണ്. അതായത് ഇവിടെ ആയിരുന്നില്ല. അപ്പം ഇവിടെ നർമ്മദ വരുന്നില്ലല്ലോ. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പ്രഭാവം കൊണ്ട് ദേവന്മാർക്ക് പോലും അവരുടെ സാമ്രാജ്യവും സമ്പത്തും നഷ്ടപ്പെട്ടു. ദേവന്മാരൊക്കെ TVS കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. TVS ആണ് തെക്ക് വടക്ക്. അവരിങ്ങനെ പെരുമ്പാവൂർ ടൗണിൽ കൂടെ തെക്കും വടക്കും നടക്കണു ദേവന്മാര്. കാരണം രാജ്യം മുഴുവൻ ആരുടെ കയ്യിൽ കിട്ടി? മഹാബലിയുടെ. അപ്പോഴാണ് ദേവന്മാരുടെ അമ്മയുടെ പേരെന്താ? അതിഥി ദേവി. അതൊക്കെ നിങ്ങൾക്കറിയാം. ദേവന്മാരുടെ അമ്മയുടെ പേര് അതിഥി ദേവി. ഞാൻ കഴിഞ്ഞൊരു ദിവസം എവിടെയായിരുന്നു? രാമായണം പ്രഭാഷണം, കർക്കിടക മാസമായിരുന്നില്ലേ? അപ്പൊ ഇങ്ങനെ ഓഡിയൻസിനോട് ചോദിച്ചു, ഭരതന്റെ ഭാര്യയുടെ പേരെന്താണെന്ന്. ഒരു 2 മിനിറ്റ് അവിടെ നിശ്ചലായിരുന്നു. പിന്നീട് ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, മിസ്സിസ് ഭരതൻ. വളരെ നന്നായി. ഞാൻ ആ കണ്ടുപിടുത്തത്തിന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുക എന്ന് പറഞ്ഞു അവരോട്. കാരണം ഭരതന്റെ ഭാര്യയുടെ പേര് മിസ്സിസ് ഭരതൻ. ഗംഭീരായില്ലേ? എന്നാ പറയുക അവരോട്? ഇത് പറഞ്ഞ പോലെ ഇവിടെ അസുരന്മാരല്ല, ദേവന്മാരുടെ അമ്മയുടെ പേര് അതും പോയോ? അതിഥി ദേവി ഭർത്താവായ കശ്യപന്റെ അടുത്ത് ചെന്നു. ആരാ ഭർത്താവ്? കശ്യപൻ. പറഞ്ഞു, അല്ല അങ്ങേക്ക് വല്ല ബോധമുണ്ടോ? മക്കളൊക്കെ തെരുവില. എന്തു പറ്റി? മഹാബലിയുടെ പ്രഭാവം കൊണ്ട് രാജ്യവും സമ്പത്തും ഒക്കെ പോയി. അതുകൊണ്ട് ആ ഒരു സമ്പത്തും എൻ്റെ മക്കൾക്ക് തിരിച്ചു കിട്ടാൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഭർത്താവിൻ്റെ മുന്നിൽ കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. ആ ഭർത്താവിൻ്റെ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. ഭർത്താവിന് 2 ഭാര്യമാരുണ്ട്. ആരൊക്കെയാണ്? അതിഥിയുണ്ട്, ദിദിയുടെ മക്കളാണ് ഇവരൊക്കെ. ഒരു ഭാര്യയുടെ മക്കളാണ് അസുരന്മാര്, ഒരു ഭാര്യയുടെ മക്കളാണ് ദേവന്മാര്. അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. കഥ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ദേവന്മാരും അസുരന്മാരും. ഏതായാലും ഇവിടെ അമ്മ പറഞ്ഞു, ശരി ദേവി, ഒരു കാര്യം ചെയ്യൂ, ഒരു വ്രതം അനുഷ്ഠിച്ചോളൂ. ആ വ്രതമാണ് പയോവ്രതം. ഇത് നമ്മൾ ക്രമേണ നമ്മുടെ കുട്ടികളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. അതായത് കല്യാണം കഴിഞ്ഞ് ഇപ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ വേണ്ടെന്നാണ് അല്ലേ? ഇനി കുഞ്ഞുങ്ങൾ വേണം എന്ന് മനസ്സിലാക്കിയാൽ, ആ താല്പര്യം വന്നാൽ പയോവ്രതം അനുഷ്ഠിക്കുക. എന്താ പയോവ്രതം? 12 ദിവസം വ്രതചര്യ വേണം. പയോവ്രതം എന്നത് പൊതുവെ ഇത് വരുന്നത് ഫാൽഗുനി മാസം എന്ന് വെച്ചാൽ മാർച്ച് ഏപ്രിൽ, നമ്മുടെ കുംഭമാസത്തിലാണ് വരിക. ഏത്? ഈ പയോവ്രതം കുംഭമാസത്തിലാണ് പൊതുവെ. പക്ഷെ എങ്ങനെയില്ല, ഏത് മാസത്തിൽ വേണമെങ്കിലും ഇത് അനുഷ്ഠിക്കാം, അങ്ങനെ വിരോധമില്ല.
അപ്പൊ എന്താ ഈ 12 ദിവസം എന്നത്? കാരണം അണ്ടപുഷ്ടി, 3 കാര്യങ്ങൾ നല്ലൊരു കുഞ്ഞുണ്ടാവാൻ വേണം. ഇതിന് പറയാം അണ്ടപുഷ്ടി. അണ്ടത്തിന് പുഷ്ടി വേണം, എങ്കിലേ ഏറ്റവും യോഗ്യമായ ബീജത്തെ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഒരു മാവിന്റെ കൊലയായാലും തെങ്ങിന്റെ കൊലയായാലും ഈവൻ പ്ലാവിലായാലും നല്ല മുഴുത്ത, അതായത് ആരോഗ്യമുള്ള ഫലങ്ങളും ഉണ്ടാവും. ചിലതിനൊന്നും പേട്ട് തേങ്ങകൾ ഉണ്ടാവില്ലേ? മാങ്ങയിൽ തന്നെ ചിലപ്പം ഇല്ലേ വളരെ വളർച്ച ഇല്ലാത്തതും ഉണ്ടാവില്ലേ? ഇതുപോലെയാണ് ഒരു ആണിന്റെ ശരീരത്തിൽ നിന്ന് സ്ത്രീയുടെ ശരീരത്തിലേക്ക് വരുന്ന ബീജാണുക്കളിൽ അപകടം പിടിച്ച ബീജാണുക്കളും ഉണ്ടാവും, സർവശ്രേഷ്ഠരായ ബീജാണുക്കളും ഉണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ? ഈ തരത്തിലുള്ള ഇന്നത്തെ പേപ്പർ നോക്കുന്ന ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് മകനെ കൊന്നു. ആ മകനെ കൊല്ലാൻ കാരണം ആ മകൻ ഇത്തിരി വയലന്റ് ആണ്, ഓവറായിട്ട് ഭയങ്കരമായിട്ട് അവരെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. ഇപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ വരുന്നത് എന്താ? ഇത്തരത്തിലുള്ള ക്രൂരതകളൊക്കെ ചെയ്യുന്നു. കാരണം ഇതൊരു വെറും കാമത്തിലുണ്ടാവുന്ന കുട്ടികളായി മാറി. അങ്ങനെയുള്ള കുട്ടികളൊക്കെ വരുമ്പോഴാണ് പല ഓട്ടിസവും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുക. ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പൊ നല്ല സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി എടുക്കുന്നൊരു വ്രതമാണ്. അതെന്തിനാണ് ഈ നല്ല വ്രതം? അല്ല, ഈ നല്ല സന്താനം എന്ന് പറഞ്ഞാൽ അതൊരു ലോകത്തിന് നന്മ ചെയ്യുന്ന കുട്ടിയായി മാറും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരല്ലേ വേണ്ടത്? വേണോ വേണ്ടയോ? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയിപ്പോ കുട്ടികളായി കഴിഞ്ഞ് ഇനി പയോവ്രതം എടുക്കുന്നതിൽ അർത്ഥമില്ല. അതിന് അവരെ അങ്ങനെ ലോകോപകാരികളാക്കി അനുഷ്ഠാനമുള്ളവരാക്കി മാറ്റണം. കുറച്ചു നേരെങ്കിലും നോക്കൂ. ഞാൻ ചില ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഓൺലൈനായിട്ട് മക്കളുടെ കൂടെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ കാനഡയിലാണ്, ഒരാൾ അമേരിക്കയിൽ, കാനഡ UK അവിടെ എവിടെയാണ്. ഇവരെന്നും അവരുടെയൊക്കെ ഒരു സമയം വെച്ചുകൊണ്ട് ഇന്ന് വിഷ്ണു സഹസ്രനാമം, നാളെ ലളിതാ സഹസ്രനാമം, ഇന്ന് വിഷ്ണു ആ മക്കൾക്ക് ഇപ്പൊ അതൊരു ലഹരിയായി മാറി. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അമ്മമാരും ഉണ്ട്. ഒരു നാമജപത്തിലേക്ക് മക്കളെ കൊണ്ടുവരുന്നവര്. അതൊക്കെ നിങ്ങൾ ശീലിച്ചെടുക്കണം. ഇന്നിപ്പോ സൗകര്യമില്ലേ? ഓൺലൈനിലില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇന്നിപ്പോ വീഡിയോയിലൂടെയൊക്കെ കണക്ട് ചെയ്തൂടെ? എന്താ വേണ്ടാത്തത് നിങ്ങള്? ഇന്നിപ്പോ നിങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇതിനെ കുറിച്ചൊക്കെ അറിയാലോ ഇല്ലേ? വീഡിയോയിലൂടെയൊക്കെ മക്കളെ വിളിക്കാറില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കണം, നാമജപമൊക്കെ ഉണ്ടാവണം. ഈ തരത്തിൽ ഇവിടെ അണ്ടപുഷ്ടി ഒന്നാമത്തത്. രണ്ടാമത്തത് സങ്കല്പശക്തി. എന്താണ്? നല്ലൊരു മകനോ മകളോ എനിക്ക് ഉണ്ടാവണം. ആ സങ്കല്പത്തിന് അത്രയും പവറുണ്ട്. 3 കാല അനുഗ്രഹം. എന്താണ്? കാലത്തിന്റെ ഒരു അനുഗ്രഹം ഇത് വരും തീർച്ചയായിട്ടും. അപ്പൊ അതിനാണ് 12 ദിവസം വ്രതം. ഈ വ്രതത്തിൽ പാലും പഴവുമാണ് പ്രധാന ആഹാരം. പാലിന് കാൽഷ്യം കൂടുതലാണ്, അതുകൊണ്ടാണ് പാല് പറഞ്ഞിരിക്കുന്നത്. കാരണം രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടിയാലാണ് അണ്ടത്തിന്റെ പുഷ്ടി കൂടുക. എല്ലാ പ്രോട്ടീനുമുള്ള സാധനമാണല്ലോ പാല്. പിന്നെ രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ വിത്തുകളുള്ള പഴം ഏതാണ്? വിത്തുകൾ കൂടുതലുള്ള പഴം ഏതാണ്? പൊമോഗ്രാനൈറ്റ് പോലുള്ള പഴങ്ങളില്ലേ, മാതളങ്ങ, അതിൽ കൂടുതൽ വിത്തുണ്ടാകും. ഇത്തരത്തിലുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ അണ്ടത്തിന്റെ പുഷ്ടി കൂടി വരും. മനസ്സിലാവുണ്ടല്ലോ? അണ്ടത്തിന്റെ പുഷ്ടി കൂടുന്തോറും സങ്കല്പശക്തി, അതാണ് ജപം. എന്ത് വേണം? എനിക്ക് നല്ല പുത്രനെ. ഇപ്പൊ രാവിലെ എണീറ്റു, കുളി കഴിഞ്ഞ് ഈ പ്രസാദമൊക്കെ ഭഗവാന് നിവേദിച്ച് അത് പ്രസാദമായി സ്വീകരിച്ച് അങ്ങനെ ഒരു 12 ദിവസം ഈ വ്രതാനുഷ്ഠാനം കൊണ്ടു നടന്ന് അങ്ങനെ ഉണ്ടാവുന്ന ഒരു കുഞ്ഞ് സർവശ്രേഷ്ഠനായൊരു കുട്ടിയായി മാറിയിരിക്കും. അതിനുള്ള വ്രതത്തിന്റെ പേരാണ് ഇത് അനുഷ്ഠിക്കാൻ പറയുന്നത്. അങ്ങനെ ആ വ്രതം അനുഷ്ഠിച്ച ദേവിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ പിറന്ന പുത്രനാണ് ഭഗവാൻ വാമനമൂർത്തി. വാമനമൂർത്തി അവതരിച്ചതും ഒരു വടുരൂപത്തിൽ വന്നു. അപ്പോഴേക്കും ആ പുത്രന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ചെയ്തു. ഞാൻ കഥയിലേക്ക് കടക്കുന്നില്ല. അതായത് അച്ഛൻ ഉപനയിപ്പിച്ചു, അമ്മ കൗബീനം ധരിപ്പിച്ചു, അരഞ്ഞാണം കെട്ടിയ ഒരാള് അപ്പോഴേക്കും കുട്ടിക്ക് പുസ്തകം കൊടുക്കുന്നു, കമണ്ടിൽ കൊടുക്കുന്നു, കൊട കൊടുക്കുന്നു, ഓരോന്നോരോ. പാർവതീദേവി ഭിക്ഷ കൊടുക്കുന്നു. ഇങ്ങനെ ഓരോന്നും കൊടുത്ത് ആ കുട്ടി അവിടെ നിന്ന് നേരെ
മഹാബലിയുടെ യാഗഭൂമിയിലേക്ക് എത്തി. മഹാബലിയും ശുക്രാചാര്യരും ആ കുട്ടിയെ കണ്ടതും ആദരവോടെ എണീറ്റ് കാലൊക്കെ കഴുകി. കണ്ടപ്പം തോന്നിയത് ഏതോ ഋഷിയുടെ പുത്രനാണ്. ആ വരവൊക്കെ കൂടെ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത്. വളരെ ഭക്തിയാദരവോടൊക്കെ സ്വീകരിച്ചിരുത്തി ആ കുട്ടിയെ കൊണ്ടുവന്നു. എന്നിട്ട് കുട്ടിയോട് ചോദിച്ചു, ഈ യാഗഭൂമിയിൽ വന്ന് കാല് വെച്ചതിന് നിങ്ങളോട് നന്ദിയുള്ളവരാണ്. കാരണം കുലം പവിത്രം മധ്യമേ പിതരത്തുഷ്ട, ഞങ്ങളുടെ പിതൃക്കളൊക്കെ അത്യന്തം സന്തുഷ്ടരായി മാറി. ഇത്രയും ഞങ്ങൾ അനുഗ്രഹിച്ചില്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ അങ്ങനെ കുറെ പ്രശംസിച്ചു. ഭഗവാനാണെ വിട്ടുകൊടുക്കൂ. ആ ഒരു മഹാബലിയുടെ കുടുംബചരിത്രം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഹോ പ്രഹ്ലാദന്റെ പുത്ര, വിരോചനന്റെ പുത്ര, നീ എത്ര സർവശ്രേഷ്ഠ എന്നൊക്കെ ഭഗവാനും. ഇതൊക്കെ കൂടെ കേട്ട് മഹാബലിക്കും കൂടെ ഒരു ആവേശം കൂടി. പറഞ്ഞു, അങ്ങ് എന്ത് ചോദിക്കുന്നു അത് ഞാൻ അങ്ങക്ക് തരുമെന്ന്. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഭഗവാനൊന്ന് നോക്കി, എനിക്കും തരുമോ എന്നുള്ളത്, എന്തും ചോദിച്ചാൽ തരാൻ പറ്റുമോ എന്നുള്ളത്. തരും. അപ്പൊ കുട്ടി പറയോ, ഒന്നും വേണ്ട മഹാബലി, ഒന്നും വേണ്ട. അല്ലല്ല, അങ്ങനെയല്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കണം, എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നും ചോദിക്കാതെ പോവരുത് എന്ന്. അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, എന്നാൽ മഹാബലി എനിക്കൊരു എന്താ ചോദിച്ചത്? 3 അടി മണ്ണ്. അത് പെരുമ്പാവൂര് തന്നാൽ നല്ലതാണ്. എനിക്കൊരു എത്ര അടി? 3 അടി മണ്ണ്. ആ മഹാബലി അത് കേട്ടിട്ട് പൊട്ടി ചിരിക്കുകയാണ്. ഒന്ന് ഉയരല്ല, 2 വട്ടുവാണ്. വടുവാണ്. കുട്ടിക്ക് ബോധല്ലേ, കാരണം 3 അടി കൊണ്ട് എന്താവാനാണ്. അത് കണ്ടപ്പോ ഭഗവാന്, ആ പരിഹാസം കണ്ടപ്പോ ഭഗവാൻ മനസ്സിൽ പറഞ്ഞു, ഇതിനൊരു ഉത്തരം കൊടുക്കണമെന്ന്. മഹാബലി 3 അടി കൊണ്ട് തൃപ്തിപ്പെടാത്തവന് ഇനി 3 ഭുവനം കിട്ടിയാലും, അല്ലെ മഹാബലിക്കുണ്ടോ തൃപ്തി വന്നിട്ട്? അത് മഹാബലിക്ക് കൊണ്ടു. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ ശുക്രാചാര്യർ നോക്കിയപ്പം ശുക്രാചാര്യർക്ക് മനസ്സിലായി, സംഭവം കുട്ടി നല്ല ഉയരം കുറവാണെങ്കിലും ഉള്ളിലൊരു ഉയരത്തിന് കുറവില്ല. ഇത് മൊബൈൽ പോലെയാ, കാണുമ്പം ചെറുതാണ് മൊബൈൽ, പക്ഷെ റേഞ്ച് വളരെ കൂടുതലാണ്. ഇത് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യും. ഇത് സാക്ഷാൽ മഹാവിഷ്ണു രൂപം മാറി വന്നിരിക്കുകയാണ്. എന്റെ മഹാബലി നിന്റെ സർവ്വ സമ്പൽ സമൃദ്ധിയെ അപഹരിക്കാനായി വേഷം കെട്ടി വന്നിരിക്കുകയാണ്. അരുത്, എല്ലാം കൊടുക്കാന്നൊന്നും പറയണ്ട, എന്ത് ചോദിച്ചാലും കൊടുക്കാന്നൊക്കെ പറയണ്ട. നിന്റെ സർവ്വ സമ്പത്തും ഇപ്പം നിനക്ക് നഷ്ടപ്പെടുന്നു. അവിടെ വെച്ച് മഹാബലിയെ ശുക്രാചാര്യ എക്കണോമിക്സ് പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ എക്കണോമിക്സ് ആചാര്യനാണ് ആര്? ഈ ശുക്രാചാര്യര്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം, എങ്ങനെ സമ്പത്തിനെ കൈകാര്യം ചെയ്യണമെന്ന്. പിന്നീടാണ് കൗടില്യൻ അർത്ഥശാസ്ത്രമൊക്കെ എഴുതുന്നത്. അപ്പൊ അതിൽ പറയും, പഞ്ചതാ വിഭജനം വിത്തം മികാമുത്രശ്ച മോദതേ. വിത്തത്തെ, സമ്പത്തിനെ 5ആയി വിഭജിക്കണം എന്നാണ്. എന്തിനൊക്കെയാണ്? കാമായ, സ്വജനായ, അർത്ഥായ, യശസ്സേ, ധർമായ. എന്തിനൊക്കെയാണ്? വല്ലതും പിടികിട്ടിയോ? കാമായ, അവനവന്റെ ആവശ്യത്തിന് ചെലവഴിക്കണം. സ്വജനായ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും, വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കണം. അർത്ഥായ, അർത്ഥം എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് വേണ്ടി. ഇത് ഏത് കാലത്താണ് എഴുതി വെച്ചത് ഈ പുസ്തകം? ഏത് കാലത്ത് എഴുതി വെച്ചാണ്? അന്ന് ബാങ്കിങ് ഒക്കെ ഉണ്ടോ? അന്ന് ബാങ്കുണ്ടോ? അന്ന് ആ വിഷൻ ഉണ്ടായിരുന്നു. ഉള്ളത് ദൂർത്തടിക്കരുത്, കുറച്ച് നാളത്തേക്ക് എടുത്തു വെക്കണം. 4 യശസ്സേ. യശസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അർഹതപ്പെട്ടവർക്ക്, അതായത് പ്രായമുള്ളവരും രോഗികളും വയ്യാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ തന്നെ കൊണ്ട് പറ്റുന്ന ദാനധർമാദികൾ ചെയ്യണം. കാരണം ഞാൻ മറ്റുള്ളവരെ സഹായിച്ചാലേ മറ്റുള്ളവരെന്നെയും സഹായിക്കുള്ളൂ. അതാണ് പണ്ടുള്ളവരൊക്കെ വീടുകളില് ഉച്ചയ്ക്കൊക്കെ ചോറുണ്ടാക്കുന്നതിന് മുമ്പ് 1 പിടി അരി മാറ്റിവെക്കില്ലേ? കാരണം ആരെങ്കിലും യാചകന്മാരായിട്ടുള്ള ആളുകള്, സന്യാസിമാരൊക്കെ ആ വഴിക്ക് വരുമ്പം അവർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നോ? അതുപോലുള്ളൊരു സംസ്കൃതി നോക്കൂ, അതൊക്കെ അങ്ങനെ വന്നതാണ്. അവസാനം പറയുന്നു ധർമായ. എന്തിനു വേണ്ടി? നല്ല കാര്യങ്ങൾ, ധർമ്മയജ്ഞങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ സമ്പത്തിന്റെ ഒരു അംശം അതിനു വേണ്ടി ചെലവഴിക്കണം. നല്ല കാര്യങ്ങളിൽ
നമ്മളും ഒരു ഭാഗമായി മാറണം. മനസ്സിലാവുണ്ടല്ലോ? എവിടെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ഭാഗമായി നമ്മളും മാറണം. കാരണം എല്ലാവരുടെയും സമർപ്പണത്തിലാണ് ധർമ്മ സംസ്കൃതി നിലനിൽക്കുക. അല്ലാതെ ധർമ്മത്തിന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ ധർമ്മം നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ, നിലനിർത്തുന്നവരെ ധർമ്മവും അവർക്ക് പറയൂ നിങ്ങള് നിലനിർത്തും. ധർമ്മത്തെ നിലനിർത്തുന്നവരെ ഇപ്പൊ ഇവിടെ ഒരു യജ്ഞം നടക്കണം. ഇതൊരു ധർമ്മയജ്ഞമാണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കണം. അങ്ങനെ ഈ യജ്ഞങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ആണോ അല്ലയോ? അല്ലെങ്കിൽ എങ്ങനെ യജ്ഞം നിലനിൽക്കുക? അപ്പൊ ഇപ്പൊ ഈ സപ്താഹങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതിന് എന്താ കാരണം? അതാത് നാട്ടിലുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടല്ലേ നടക്കണത്. ആണോ? അപ്പൊ ധർമ്മത്തെ നിലനിർത്തണമെങ്കിൽ ആ ധർമ്മത്തിന് വേണ്ടി എല്ലാവരും സമർപ്പിക്കണം. അപ്പൊ അങ്ങനെ 5 കാര്യത്തിന് പണം ചെലവഴിക്കണം. ഏതിനൊക്കെയാണ്? കാമായ, സ്വജനായ, പിന്നെ അർത്ഥായ, യശസ്സേ, ധർമായ. ഇങ്ങനെ പഞ്ചതാ വിഭജനം വിത്തം ഇഹാമുത്രശമോദതേ. ഇതൊക്കെ കേട്ടിട്ട് മഹാബലി പറഞ്ഞു. പക്ഷേ ദ്രോണാചാര്യനാ മനസ്സിൽ വരുന്നത്. ശുക്രാചാര്യരോട് പറഞ്ഞു, ഞാൻ കൊടുക്കുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ വാക്കിൽ നിന്ന് എനിക്ക് ഒരിക്കലും പിന്മാറാൻ പറ്റില്ല. അപ്പം മഹാബലി ശപിച്ചു കളഞ്ഞു. എന്നാൽ നിന്റെ സർവ്വ ഐശ്വര്യങ്ങളും പോട്ടേന്ന്. ഇത് കേട്ടപ്പോൾ ഭഗവാൻ സന്തോഷമായി. പണി എളുപ്പമായല്ലോ. അതുതന്നെയാണ് ഇപ്പം മഹാബലിയെ ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഏയ് മഹാബലി, 3ാമത്തെ അടി. ഭഗവാൻ പെട്ടെന്ന് 3ാമത്തെ അടിയുടെ കാര്യം ഓർമ്മിപ്പിച്ചു. മഹാബലി എപ്പോഴേക്കും ഭാര്യ വിന്ധ്യാവലിയോട് പറഞ്ഞു, ദേ പൂവും തീർത്ഥമൊക്കെ കൊണ്ടുവരാൻ. പണ്ട് കാലത്ത് പൂവും മരിയൊക്കെ ചേർത്ത് കൊടുത്താൽ ഞാൻ പറയുന്നത് അങ്ങക്ക് തന്നിരിക്കുന്നു, ഇനി എടുത്തോളൂ. ഭഗവാൻ വിശ്വരൂപത്തെ കാണിച്ച് ഒരടി കൊണ്ട് മഹാബലിയുടെ എല്ലാ സാമ്രാജ്യങ്ങളും 2ാമത്തെ അടി കൊണ്ട് ദിക്കും ഒക്കെ അളന്നു. 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല. അപ്പോഴേക്കും ഭഗവാൻ വരുണപാശം കൊണ്ട് മഹാബലി കെട്ടിയിട്ടു. അപ്പോഴേക്കും ഭഗവാന്റെ അടുത്തേക്ക് മഹാബലിയുടെ ആളുകൾ വന്നു. മഹാബലി തടുത്തിട്ട് പറഞ്ഞു, ഇപ്പം നമുക്ക് കാലം അനുകൂലമല്ല, ആരും ഇപ്പോൾ ഭഗവാനോട് യുദ്ധത്തിന് വരണ്ട. അപ്പോഴടുത്തൊരു ചോദ്യം. ഭഗവാൻ വിട്ടുകൊടുത്തില്ല. മഹാബലി, ഇനി എന്താ വേണ്ടത്? 2 അടി കഴിഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ വാക്ക് പാലിക്കണം. എന്ത്? 3ാമത്തെ അടി. എന്ത് ചെയ്തു മഹാബലി? ഭാര്യയെ കൊണ്ടുവന്ന് ഭാര്യയുടെ തലയിൽ കാല് വയ്ക്കാൻ പറഞ്ഞു. മഹാബലി കേരളത്തിൽ നിന്നായിരുന്നില്ല. എന്ത് ചെയ്തു? തല കുനിച്ചു. ഭഗവാനോട് പറഞ്ഞു, കുരുശീർഷ്ണിമേ നിജം. എവിടെ വെക്കാൻ? ഇനി എന്തുണ്ടായി? ഇനി ബാക്കിയൊക്കെ നിങ്ങൾ പറയണം. എന്തുണ്ടായി? പുറകിലുള്ളവർ കേൾക്കണില്ലേ? തലയിൽ കാല് വെച്ചിട്ട് എന്തുണ്ടായി? ഒരഭിപ്രായം ഇല്ലേ? തലയിൽ കാല് വെച്ചിട്ട് എന്തുണ്ടായി? ചവിട്ടി താഴ്ത്തിയോ? അങ്ങനെ പറയുകയും ചെയ്യരുതേ. ഭാഗവതത്തിലില്ല അങ്ങനെ. എന്ത് ചെയ്തു? 22ാമത് അധ്യായം 1-2 ശ്ലോകങ്ങൾ നോക്കാം. 24ാം ശ്ലോകം, 8ാം സ്കന്ധം 22ാം അധ്യായം 24ാം ശ്ലോകം. ഒരു ശ്ലോകം നിങ്ങളൊന്ന് മാർക്ക് ചെയ്യണം. അത്രേ വേണ്ട എനിക്ക്. കാരണം ഇത് നമുക്ക് ആവശ്യമാണ്. 22ാം അധ്യായം 24ാം ശ്ലോകം. അവിടെ പറയും ഭഗവാൻ, ബ്രഹ്മൻ യം അനുഗൃഹാമി യദ്വിശോ വിദുനോമ്യഹം എന്മത പുരുഷസ്തബ്ദോ ലോകം മാം ചാവമന്യതേ. കണ്ടോ? ഹേ ബ്രഹ്മൻ, ബ്രഹ്മാവേ, ഞാൻ മഹാബലിയെ ശിക്ഷിക്കുകയല്ല, ഞാൻ മഹാബലിയെ അനുഗൃഹാമി. എന്ത് ചെയ്യുന്നു? അനുഗൃഹാമി. ഞാൻ മഹാബലിയെ, ഉറക്കെ പറയൂ. നമുക്ക് ചവിട്ടിത്താഴ്ത്തുന്നതിന് അനുഗ്രഹം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ഞാൻ മഹാബലിയെ അനുഗ്രഹിക്കുന്നത്? 28ാം ശ്ലോകം. 28ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഏഷധാനവദൈത്യാനാമഗ്രണീർ കീർത്തിവർദ്ധന അജൈഷല്ലജയാമായം സീതന്നഭിന മുഖ്യതി. അർത്ഥം ഇതാണ്. ഞാനതിന് വിശദീകരിക്കാൻ സമയമില്ല.
അതായത് ഞാൻ കപടവേഷധാരിയായി ഇവന്റെ സ്വത്ത് മുഴുവൻ അപഹരിച്ചു. എന്റെ മായയാൽ ഞാൻ ഇവന്റെ സ്വത്ത് മുഴുവൻ അപഹരിച്ചു. പക്ഷേ ഇവൻ മാനസികമായി നമുഖ്യതി സീതന്നഭിനമുഖ്യതി. ഞാൻ ഇവനെ തളർത്തിയിട്ടും വേദനിപ്പിച്ചിട്ടും ഇവൻ മാനസികമായി തളർന്നില്ല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. എന്നിട്ട് ഭഗവാൻ എങ്ങോട്ടാണ് വിട്ടിരിക്കുന്നത് മഹാബലിയെ? 33-ാം ശ്ലോകം പറയുന്നു, ഇന്ദ്രസേന മഹാരാജ യാഹിബോ ഭദ്രമസ്തുതേ സുതലം സ്വർഗ്യഭി പ്രാർത്ഥ്യം ജ്ഞാതിവിപരിവാരിത. അങ്ങനെയാണോ ശ്ലോകം? കാണുന്നുണ്ടോ? ഇന്ദ്രസേന മഹാരാജ, ഭഗവാൻ വിളിക്കുന്ന പേരെന്താ? ഹേ മഹാരാജൻ, ഭദ്രമസ്തുതേ. ശിക്ഷിക്കുകയാണോ അനുഗ്രഹിക്കുകയാണോ? ഉറക്കെ പറയൂ. ഭദ്രമസ്തുതേ സുതലം സ്വർഗ്യഭിപ്രാർത്ഥ്യം. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് പരിവാരിത പൊയ്ക്കോളൂ എന്നാണ്. ഭഗവാൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥയല്ല. ഭഗവാൻ പിന്നെങ്ങനെ ഇത് പാതാളമായത്? എങ്ങനെയാണ് പാതാളമായത്? ആരാ ഇതിനെ പാതാളമാക്കിയത്? ഇത് ഹിന്ദു സമൂഹത്തോട് ചെയ്ത വലിയൊരു ചതിയായിരുന്നു. ഇതിലേതോ ചില മതക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം. ഒരു കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരുന്നത്, പണ്ട് സ്കൂളിൽ ഉണ്ടായിരുന്നത്, പഴയ ആളുകളൊക്കെ പഠിച്ചപ്പോൾ ഈ കഥ ഉണ്ടായിരുന്നോ? പിന്നീട് അതൊക്കെ എടുത്ത് മാറ്റി. അന്ന് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് സ്കൂളിൽ പഠിപ്പിച്ചത്. ആണോ? ഇതിലേതോ ആളുകൾ അതിൽ തല വെച്ചിട്ടുണ്ട്. കാരണം എന്താ അറിയോ? ഇതര മതങ്ങളെ ഈ കഥ വേട്ടയാടുന്നതുകൊണ്ടാണ്. കാരണം ഇതര മതങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം, സ്വർഗസ്ഥനായ പിതാവിൽ അവരുടെ മതം നിന്നുപോയി. ഇവിടെയാണെങ്കിൽ സ്വർഗത്തിനും ഉപരി എന്നുള്ളൊരു വാക്ക് വന്നു. അപ്പൊ സ്വർഗം വരെ അല്ല എന്നുള്ള മനസ്സിലായല്ലോ. സ്വർഗത്തിനും ശ്രേഷ്ഠമായത് എന്ന് പറയുമ്പോൾ സ്വർഗം എന്ന് പറയുന്നത് സുതലത്തേക്കാളും താഴെയായി പോയി. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത്തരം മതങ്ങളിലൊക്കെ ചോദ്യങ്ങൾ വരും. എന്ത് സ്വർഗത്തിൽ പോലെ? കാരണം മറ്റേ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കണു, സുതലത്തിലും ശ്രേഷ്ഠമായ സ്വർഗത്തിലും ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് പോയിക്കോളൂ എന്ന്. മനസ്സിലാവണ്ട നിക്ക്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന സംസ്കാരമല്ല. സ്വർഗം എന്നത് ഇന്ദ്രിയ സുഖങ്ങളുടെ ലോകമാണ്. ഇത് സ്വർഗം. സുതലം എന്നത് സമചിത്തതയുടെ അവബോധത്തിന്റെ തലമാണ്. മഹാബലി തൻ്റെ മനസ്സിനെ ഉയർത്തിയപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് ആ മഹാബലിയെ സുതലത്തിലേക്ക് ഉയർത്തുന്ന കഥയാണ് ഏത് കഥ? മഹാബലി ചരിതം എന്ന കഥ.